നമസ്കാരം. ലോകമെങ്ങും കമ്മ്യൂണിസം തകർന്നു വീഴുമ്പോഴും അതിൻ്റെ അപൂർവ തുരുത്തുകളിലൊന്നായി അവശേഷിച്ച ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബ ഒടുവിൽ മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് വാതിൽ തുറക്കാൻ തീരുമാനിച്ചു. അടിയന്തര സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗമാണ് സ്വകാര്യ വിപണിക്ക് വാതിൽ തുറക്കാൻ തീരുമാനമെടുത്തത്. നടപടി നാഷണൽ അസംബ്ലി അംഗീകരിക്കുന്നതോടെ തീരുമാനം നടപ്പിലാവും. ഇതോടെ സ്വകാര്യ സംരംഭകർക്ക് അവസരങ്ങൾ തുറക്കപ്പെടും. പ്രവാസി ക്യൂബക്കാരിൽ നിന്ന് നിക്ഷേപങ്ങൾ തേടാൻ സാധ്യതകൾ ഉയരും. ക്യൂബയിൽ സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റിന് കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവസരമൊരുക്കുന്നത്. അതോടൊപ്പം സർക്കാർ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനും തീരുമാനമുണ്ടാവും. ആദ്യമായി പ്രൈവറ്റ് ബാങ്കുകൾക്ക് ക്യൂബയിൽ ഓഫീസ് തുറക്കാൻ അനുവാദം ലഭിച്ചിരിക്കുന്നു. ദശാബ്ദങ്ങളായി ക്യൂബയ്ക്ക് മേൽ അമേരിക്കൻ ഉപരോധമുണ്ടെങ്കിലും വിദേശ സമ്മർദ്ദം മാത്രമല്ല ക്യൂബയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രസിഡന്റ് സമ്മതിച്ചു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ ക്യൂബയ്ക്ക് ഇന്ധനം നൽകുന്നത് പോലും അമേരിക്ക നിർത്തിവച്ചിരുന്നു. എന്നാൽ ഉപരോധത്തെയും വിദേശ സമ്മർദ്ദങ്ങളെയും മാത്രം കുറ്റപ്പെടുത്താനാവില്ലെന്നും ഉൽപാദന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന നിരവധി ആഭ്യന്തര ഘടകങ്ങൾ ഉണ്ടെന്നും പ്രസിഡന്റ് വിലയിരുത്തി. അതിന് വേണ്ടത് അടിയന്തര തിരുത്തൽ നടപടികളാണ്. ഇത്തരം നടപടികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ ഈ നടപടികൾ നീട്ടിവെക്കാൻ കഴിയാത്ത വിധം അടിയന്തരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1965 മുതൽ ക്യൂബയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ഫിഡൽ കാസ്ട്രോയുടെ സഹോദരനും മുൻ പ്രസിഡന്റുമായ റൗൾ കാസ്ട്രോയുടെ പിന്തുണ പുതിയ സാമ്പത്തിക നയങ്ങൾക്കുണ്ടെന്നാണ് സൂചന. വെനിൻസുലയിൽ ഇടപെടുകയും പ്രസിഡന്റിനെ റാഞ്ചുകയും ചെയ്ത ശേഷം ഇറാനുമായി അമേരിക്ക സമാധാന ഉടമ്പടിയിലെത്തിയതോടെ അടുത്ത നീക്കം ക്യൂബയ്ക്കെതിരെയാവുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി വേണം സാമ്പത്തിക നടപടികളെ വിലയിരുത്താൻ. ക്യൂബയെ സൗഹാർദ്ദപരമായി ഏറ്റെടുക്കുമെന്ന് ട്രംപും ക്യൂബക്കാർ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ആവർത്തിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. നല്ല തീരുമാനങ്ങൾ എടുത്താൽ ക്യൂബയുമായി നല്ല ബന്ധം പുലർത്തുമെന്നും അവർ പ്രലോഭിപ്പിക്കുന്നു.